ഒരിക്കൽ സൂഫി ഗുരു ചെറിയൊരു ഉപമ പറഞ്ഞു. ഒരു മനുഷ്യൻ്റെ ലൈഫിൽ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായി. അദ്ദേഹം ഒരു ഉയർന്ന കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് പോയതാണ്. ആ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ഒരിക്കലും ആ മനുഷ്യൻക്ക് താഴേക്ക് ഇറങ്ങി വരാൻ പറ്റുന്നില്ല. താഴെയുള്ള ആ ഒരു പാതയിലൂടെ ഒരുപാട് പേര് കടന്നു പോകുന്നുണ്ട്. ആരെങ്കിലും ഒരാളെ വിളിച്ചിട്ട് ഒന്ന് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സഹായം അഭ്യർത്ഥിക്കാമെന്ന് കരുതിയിട്ട് ഈ മനുഷ്യൻ ഒരുപാട് പേരെ അലമുറയിട്ട് വിളിച്ചു നോക്കി. അതിലൂടെ പോകുന്ന ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയില്ല. അപ്പോൾ ഈ മനുഷ്യൻ ചെയ്തതെന്താണെന്നറിയോ? തൻ്റെ കയ്യിൽ കെട്ടുകണക്കിന് നോട്ടുകളുണ്ട്. ആ നോട്ടുകൾ മുഴുവനും താഴേക്ക് ഇങ്ങനെ എറിഞ്ഞു കൊടുത്തപ്പോൾ അതുവഴി ആ പാതയിലൂടെ കടന്നു പോകുന്ന ആ കെട്ടിടത്തിൻ്റെ അടിയിലൂടെ കടന്നു പോകുന്ന ആളുകൾ ആ പണം എടുത്ത് കീശയിലിട്ട് അങ്ങനെ നടന്നു പോകാൻ ഒരു മനുഷ്യൻ പോലും അത് കൊടുക്കുന്ന ആ മുകളിലുള്ള ആളുകളിലേക്ക് നോക്കുന്നില്ല. ഓരോരുത്തരും കിട്ടുന്നതൊക്കെ തനിക്ക് കിട്ടി എന്ന് പറഞ്ഞെടുത്തുകൊണ്ട് പോവാത്രേ. അപ്പോൾ ഈ മനുഷ്യർക്ക് തോന്നി ഇത് ശരിയാവില്ല. ആ കെട്ടിടത്തിൻ്റെ മുകളിൽ കുറേ കരിങ്കല്ലുകളുണ്ട്. ഈ കരിങ്കല്ലുകൾ എടുത്തിട്ട് താഴെക്കൂടെ പോകണവൻ്റെ തലക്കിട്ട് ഓരോ ഏറ് കൊടുത്തു. ഏറ് കൊണ്ടുപോയി നേരെ മുകളിലേക്ക് നോക്കിയിട്ട് അയ്യോ, അപ്പോഴാണ് കാണുന്നത് മുകളിൽ നിസ്സഹായിട്ട് നിൽക്കുന്ന ഈ മനുഷ്യനെ. സൂഫി ഗുരു ഈ ഉപമ പറഞ്ഞിട്ട് പറയാണ്, നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ പടച്ച റബ്ബ് തരുന്ന റബ്ബിലേക്ക് നമ്മൾ നോക്കില്ല. നമ്മൾ അഹങ്കാരത്തോടു കൂടി മതിമറന്നങ്ങനെ ജീവിക്കും. അപ്പം പടച്ചോ നമുക്ക് ഒരു ബുദ്ധിമുട്ട് തരും. ആ ബുദ്ധിമുട്ട് തരുന്നത് പടച്ച റബ്ബിൻ്റെ ആ ഒരു നോട്ടത്തിനാ. അയ്യോ, ഇതെന്താ എനിക്കുണ്ടായി എന്നൊരു നോക്കുമ്പോൾ അപ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്യുക. ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു ദുരന്തമോ ഒരു വേദനയോ വരുമ്പോൾ ആ വിധിയെ പഴിക്കലല്ല, അത് തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിലൊരു തിരിച്ചറിവിന് വേണ്ടിയിട്ടാണ്. ഇതെൻ്റെ ലൈഫിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു പാഠാണ്. ഏതായാലും നമ്മുടെയൊക്കെ ചെറിയ ചെറിയ ലൈഫിൽ എന്ത് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും ഓർക്കുക, നമ്മളോട് അള്ളാഹുവിനൊരു പ്രത്യേക ഇഷ്ടമുണ്ട്, ദൈവത്തിന് പ്രത്യേക ഇഷ്ടമുണ്ട്. അതുകൊണ്ട് നമ്മളെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ വിജയിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, അതൊരു വലിയ വിജയമായിരിക്കും.